മൃഗ ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം. പറയുന്നത് സ്കൂൾ തുറന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യമാണ്. അതായത് സ്കൂൾ തുറന്നു, നാട് ഉണർന്നു. നമ്മളങ്ങനെയാണല്ലോ. സ്കൂൾ ജീവിതമാണ് നമ്മുടെ ജീവിതമായി ഏറ്റവും കൂടുതൽ കെട്ടിയിട്ടിരിക്കുന്ന, ബന്ധിച്ചിരിക്കുന്ന നല്ല ബന്ധനമാണ്. എങ്കിൽ മാത്രമേ നല്ല തലമുറ ഉണ്ടാകൂ. അവരിലൂടെയാണ് വാർദ്ധക്യത്തിലെത്തുന്നവർ രക്ഷപ്പെടേണ്ടത്. അത് പുരാണത്തിലും നിത്യജീവിതത്തിലും ഉണ്ട്. ഇതിൽ ചിലർക്കൊക്കെ ചില ഗ്രാമർ മിസ്റ്റേക്കുകൾ പോലെ അബദ്ധങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നത്തെ പൗരന്മാർ നാളത്തെ ശാസ്ത്രജ്ഞന്മാരും വഴികാട്ടികളുമാണ്. അതിൽ സംശയമില്ല. ഒരു ഭരണകർത്താക്കളാണ്. അവരുടെ പഠിത്ത കാര്യത്തിലേക്ക് വരുമ്പോൾ ദക്ഷിണാമൂർത്തി മന്ത്രം പറഞ്ഞ് ചിരിക്കുന്നത് അവരുടെ ശ്രദ്ധ കിട്ടുന്നതിന് വളരെ നല്ലതാണ്. അത് കഴിഞ്ഞുള്ളത് സരസ്വതി നിൻ ചരണാരവിന്ദം ശിരസിൽ വച്ചിട്ട് അഥ കുമ്പിടുന്നതിന് പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ വരപ്രസാദം തരികൻ്റെ തായെ. ഇത് കുട്ടികൾ ദിവസവും പറഞ്ഞിട്ട് പാഠഭാഗത്തിലേക്ക് നീങ്ങുന്നത് അവർക്ക് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ബുദ്ധി കൂർമ്മതയും പഠിക്കാനുള്ള ശക്തിയും കിട്ടും. അതിനുശേഷം ഇതുപോലെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ത്രിശതി അർച്ചന. ത്രിശതി അർച്ചന വളരെ മേന്മയുള്ളതാണ്. അത് അനുവർത്തിക്കുന്നത് കൂടെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സാരസ്വത ഘൃതം കഴിക്കുന്നത് കുട്ടികൾക്കും എഴുത്തുകാർക്കും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കണമെന്നുള്ളവർക്ക് എല്ലാം നല്ലതാണ്. അതിൽ തന്നെ സാരസ്വത പുഷ്പാഞ്ജലിയുണ്ട്. സാരസ്വത ഘൃതം കഴിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അതുപോലെ വേറൊരു കാര്യമാണ് സാരസ്വത അരിഷ്ടം കഴിക്കുന്നത്. അതും വളരെ മേന്മയുള്ളതാണ്. ഞാൻ മേൽപ്പറഞ്ഞ പുഷ്പാഞ്ജലിയും മറ്റും നടത്തേണ്ടത് ശ്രീ കരിക്കവൻ ദേവിയുടെ അവിടെ നടത്താം. കുറച്ച് ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം. ആറ്റുകാലമ്മയുടെ നടയിൽ ചെയ്യാൻ അവിടെ ത്രിശതി അർച്ചന സുപ്രധാനമാണ്. ത്രിശതി മന്ത്രം ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കുന്ന കുട്ടികൾക്ക്, അതായത് സന്ധ്യയ്ക്കോ അതിരാവിലെയോ കഷ്ട കിട്ടുന്ന സമയം ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നത് മനസ്സിൽ നല്ലതാണ്. 108, 1008 ഒക്കെ എത്തുമ്പോൾ ബുദ്ധിവികാസം മൂലം നമുക്കറിയാതെ തന്നെ ഈ തരത്തിലുള്ള മാർക്കിൻ്റെ ഉന്നതി ഉണ്ടാകും. ഒരു സംശയവും ഉള്ള കാര്യമല്ല. എല്ലാ കുട്ടികളുടെ പുറകെ ജീവിതവ്രതമായി നടക്കുന്ന രക്ഷിതാക്കൾക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.